നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ആൽക്കഹോൾ ഡിപ്പെൻഡൻസിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ്. നമ്മുടെ ഫസ്റ്റ് എയിം എന്ന് വെച്ചാൽ പേഷ്യൻറ്റിനെ കാമാക്കലാണ്. ഇതിൽ ഇനി ഓരോന്നായിട്ട് നോക്കാം. വൺ ഈസ് നമ്മുടെ ഡീടോക്സിഫിക്കേഷൻ ആണ്. ഇതിൽ ആൽക്കഹോളിൻ്റെ വിഡ്രോവൽ സിൻഡ്രോംസ് ആണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇതിൽ ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറഞ്ഞാൽ ബെൻസോഡൈസിപ്പൈൻസ് ആണ്. മോസ്റ്റ് കോമൺലി യൂസ്ഡ് ചെയ്യുന്ന ഡ്രഗ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ക്ലോർഡൈസ്പോക്സൈഡ് 80 to 200 mg per day and diazepam 40 to 80 mg per day. It is in divided doses. Okay. ദെൻ ട്രീറ്റിംഗ് ഡെലീരിയം ട്രിമൻസ് ആണ്. അതായത് ഡെലീരിയം ട്രിമൻസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ട്രീറ്റ് ചെയ്യണം. കാരണം ഭയങ്കര ഫാറ്റാലിറ്റി റേറ്റ് ആണ്. ഏകദേശം 20% മേലെ ഫാറ്റാലിറ്റി റേറ്റ് ഉണ്ട്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ യൂസ് ചെയ്യുന്നത് IV അഡ്മിനിസ്ട്രേഷൻ ഓഫ് ആൻറ്റി ആൻസൈറ്റി മെഡിക്കേഷനും IV ഫ്ലൂയിഡ്സും ആണ്. പേഷ്യൻറ്റിനോ മറ്റുള്ളവർക്കോ എന്തെങ്കിലും അപകടം ഉണ്ടെങ്കിൽ പേഷ്യൻറ്റിന് അത്യാവശ്യമാണെങ്കിൽ റെസ്ട്രെയിൻ ചെയ്യാം കേട്ടോ. അടുത്തതാണ് ട്രീറ്റിംഗ് സീഷേഴ്സ്. സാധാരണഗതിയിൽ ഈ ഒരു സീഷർ ഒക്കെ സെൽഫ് ലിമിറ്റിംഗ് ആണ്. പക്ഷേ ബെൻസോഡൈസിപ്പൈൻസ് നൽകാം. പിന്നെ IV ഫെൻറ്റോയിൻ പ്ലസ് ബെൻസോഡൈസിപ്പൈൻസ് നൽകലുണ്ട്. അതെന്ന് വെച്ചാൽ ഹിസ്റ്ററി ഓഫ് സീഷേഴ്സ് ഉള്ളവർക്ക്, എപ്പിലെപ്സി ഉള്ളവർക്ക്, പിന്നെ ഓൺഗോയിങ് സീഷേഴ്സ് ഉള്ളവർക്കൊക്കെ നൽകാം. കാരണം ഈ ഫെൻറ്റോയിൻ എന്ന് പറയുന്നത് ലോവേഴ്സ് BP ആണ്. BP കുറക്കും. അതുകൊണ്ട് തന്നെ BP ഈ ട്രീറ്റ്മെൻറ്റ് അടക്കം മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. ഇനി ട്രീറ്റിംഗ് സൈക്കോസിസ് ആണ്. ഹാലോസിനേഷൻസും എക്സ്ട്രീംലി അഗ്രസീവ് ബിഹേവിയർ ഒക്കെ ഉണ്ടെങ്കിൽ ആൻറ്റിസൈക്കോട്ടിക്സ് നൽകാം, ലൈക്ക് ഹാലോപെരിഡോൾ. ഇനി ഇപ്പോഴും പേഷ്യൻറ്റിന് വൈറ്റമിൻ B1 അല്ലെങ്കിൽ തൈമിൻ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന കോഴ്സാക്കോസ് സൈക്കോസിസ് ഉണ്ടെങ്കിൽ പേഷ്യൻറ്റിന് വൈറ്റമിൻ B1 അല്ലെങ്കിൽ തൈമിന് ഓറലായിട്ട് നൽകിയിട്ട് കാര്യമില്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് ഇഞ്ചക്ഷനായിട്ട് നൽകണം കേട്ടോ. പേഷ്യൻറ്റിന് ഇപ്പോഴും വൈറ്റമിൻ B ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ 100 mg തൈമിൻ കണ്ടെയ്ൻ ചെയ്യുന്ന വൈറ്റമിൻ B പ്രിപ്പറേഷൻ 3 മുതൽ 5 ദിവസം വരെ ദിവസം 2 നേരം പേഷ്യൻറ്റിന് നൽകണം. അത് കഴിഞ്ഞിട്ട് ഓറൽ വൈറ്റമിൻ B 6 മാസത്തോളം കണ്ടിന്യൂ ചെയ്യണം. ഇനി ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആൻറ്റി കൺവൾസൻസ് അഡ്മിനിസ്റ്റർ ചെയ്യുക, മെയിൻറ്റെയിനിങ് ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ്, സ്ട്രിക്ട് മോണിറ്ററിങ് ഓഫ് വൈറ്റൽസ്, ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് നോക്കുക, പിന്നെ ഓറിയൻറ്റേഷൻ മോണിറ്റർ ചെയ്യുക, പിന്നെ ക്ലോസ് ഒബ്സർവേഷൻ ഇഫ് നെസസറി, പിന്നെ എസ്പെഷ്യലി ഡ്യൂറിങ് ഫസ്റ്റ് 5 days മര്യാദയ്ക്ക് നല്ലോണം ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം പേഷ്യൻറ്റിന്. പിന്നെ സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ് നൽകാം. ഇതിൽ റെസ്പിറേറ്ററി സപ്പോർട്ട് ഓഫ് ഫ്ലൂയിഡ് റീപ്ലേസ്മെൻറ്റ്, IV ഗ്ലൂക്കോസ് ടു പ്രിവെൻറ്റ് ഹൈപ്പോഗ്ലൈസീമിയ, പിന്നെ കറക്ഷൻ ഓഫ് ഹൈപ്പോതെർമിയ ഓർ അസിഡോസിസ്, പിന്നെ എമർജൻസി മെഷേഴ്സ് ഫോർ ട്രോമ, ഇൻഫെക്ഷൻ ഓർ GI ബ്ലീഡിങ്. ഇനി അടുത്തത് ഇൻപേഷ്യൻറ്റ് ട്രീറ്റ്മെൻ്റ് ആണ്. ഇതിൽ ആദ്യം തന്നെ നമുക്ക് ഇൻപേഷ്യൻറ്റ് ട്രീറ്റ്മെൻറ്റ് വേണ്ട ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഡെലീരിയം ട്രെമൻസ്, പൊട്ടൻഷ്യൽ ഹാം ടു സെൽഫ് ഓർ അതേഴ്സ്, അതായത് മറ്റുള്ളവരെയോ അല്ലെങ്കിൽ സ്വയമോ അപായപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക, ഡെലീരിയം ട്രെമൻസ് നോക്കി. പിന്നെ ഫെയിലിയർ ടു റെസ്പോണ്ട് ടു കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റിന് ഫെയിലിയർ ടു റെസ്പോണ്ട്, പിന്നെ കോ എക്സിസ്റ്റിംഗ് മെഡിക്കൽ അല്ലെങ്കിൽ വേറെ സൈക്കാട്രിക് ഡിസോർഡർ ഉണ്ടെങ്കിൽ, പിന്നെ ഡിസ്റപ്റ്റീവ് ഹോം എൻവയോൺമെൻറ്റ് ഉണ്ടെങ്കിൽ. ഇൻപേഷ്യൻറ്റ് ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫിസിക്കൽ എക്സാമിനേഷൻ, സൈക്കാട്രിക് വർക്കൗട്ട്, ഡീടോക്സിഫിക്കേഷൻ ഇൻവോൾവ്സ് ഇനിഷ്യേറ്റിംഗ് അബ്സ്റ്റിനൻസ്, മാനേജിങ് വിഡ്രോവൽ സിംറ്റംസ് ആൻഡ് കോംപ്ലിക്കേഷൻസ്, പിന്നെ ഓൺഗോയിങ് ട്രീറ്റ്മെൻറ്റ് വിത്ത് മെഡിക്കേഷൻ ഇൻ സം കേസസ്, പിന്നെ സൈക്കോതെറാപ്പി, യൂഷ്വലി കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തതാണ് മൈൽഡ് ടു മോഡറേറ്റ് വിഡ്രോവൽ സിംറ്റംസ് ട്രീറ്റ് ചെയ്യുന്നത് ഔട്ട് പേഷ്യൻ്റ് ആയിട്ടാണ്. ഇനി ഔട്ട് പേഷ്യൻറ്റ് ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെഡിക്കേഷൻ, സൈക്കോതെറാപ്പി ഓർ കൗൺസിലിംഗ്, സോഷ്യൽ സപ്പോർട്ട് ഗ്രൂപ്പ്സ് സച്ച് ആസ് AA, any involvement of family and other significant people in patient's life. നമുക്കിനി ഏതൊക്കെ മെഡിക്കേഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് നാൽട്രക്സോൺ. ഇത് ആൻറ്റി ക്രേവിംഗ് ഡ്രഗാണ്. എക്സാംപ്രോസ്റ്റേറ്റ് ഇതൊരു ആൻറ്റി ക്രേവിംഗ് ഡ്രഗാണ്. ഡൈസൾഫാം ഉണ്ട്, ആൻറ്റബ്യൂസ് ആണ്. അതർ ടൈപ്പ് ഓഫ് മെഡിക്കേഷൻ സച്ച് ആസ് ആൻറ്റി ഡിപ്രസൻസ് മേ ബി യൂസ്ഡ്. ഇതിൽ ഓരോന്നായിട്ട് നോക്കാം. ആൻറ്റി ക്രേവിംഗ് മെഡിക്കേഷൻ ഫസ്റ്റ് വൺ. ഇതെന്ന് വെച്ചാൽ ഇൻടോക്സിക്കേറ്റിംഗ് എഫക്റ്റിനെ റെഡ്യൂസ് ചെയ്യും, പിന്നെ അർജ് ടു ഡ്രിങ്കിനെ റെഡ്യൂസ് ചെയ്യും. ഈ ആൻറ്റി ക്രേവിംഗ് മെഡിക്കേഷൻസ് എന്ന് പറയുന്നത് ഒപ്പിയോയിഡ് ആൻറ്റഗോണിസ്റ്റുകളാണ്. ഇതിൽ വരുന്ന ഓരോ എക്സാമ്പിൾ വെച്ച് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് നാൽട്രക്സോൺ ആണ്. ഇത് ഓറൽ ഫോമിലും ഇഞ്ചക്റ്റബിൾ ഫോമിലും അവൈലബിൾ ആണ്. ഓറൽ ഫോമിലാണ് റിവയ, ഇഞ്ചക്റ്റബിൾ ഫോമിലാണ് വിട്രോൾ. റിവയ എടുക്കുന്നത് 1 മാസം മുഴുവൻ ഡെയിലി കഴിക്കണം കേട്ടോ. പക്ഷേ വിട്രോൾ ഇഞ്ചക്ഷൻസ് വൺസ് എ മന്ത് കഴിച്ചാൽ മതി. ഈ മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ സൈക്കോതെറാപ്പിയും സപ്പോർട്ടീവ് മെഡിക്കൽ മാനേജ്മെൻറ്റും കൂടി പ്രിസ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇനി ഇതിൻ്റെ കോമൺ സൈഡ് എഫക്റ്റ് നോക്കുകയാണെങ്കിൽ നോസിയ, വോമിറ്റിംഗ്, ഹെഡ് ഏക്ക്, ഫെറ്റീഗ്, സ്റ്റൊമക് പെയിൻ ഒക്കെ വരുന്നുണ്ട്. ഇത് ഇഞ്ചക്ഷനായിട്ട് നൽകുമ്പോൾ സൈറ്റ് റിയാക്ഷൻ നടക്കുന്നുണ്ട്. ഈ ഇഞ്ചക്ഷൻ കൊടുത്തതിന് ശേഷം സൈറ്റ് പെയിനിന് വേണ്ടിയിട്ട്, സ്വെല്ലിങ്ങിന് വേണ്ടിയിട്ട്, ടെൻഡർനെസ്സിന്, ബ്രൂസിങ്ങിന്, റെഡ്നെസ്സിന് വേണ്ടിയൊക്കെ അസസ് ചെയ്ത് നോക്കണം. ഇനിയിപ്പോഴും പേഷ്യൻ്റ് 2 ആഴ്ച ഈ മരുന്ന് കഴിച്ചിട്ടും കാര്യമായിട്ടുള്ള വലിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഇല്ലെങ്കിൽ ഫിസിഷ്യൻ്റെ അടുത്തേക്ക് പോകണം. കാരണം ഇത് ഹൈ ഡോസിൽ ലിവർ ഡാമേജ് ഉണ്ടാകും. പിന്നെ നാർക്കോട്ടിക്സ് ഒക്കെ എടുത്തിട്ടുള്ള ഒരു 7 മുതൽ 10 ദിവസത്തിനുള്ളിൽ നാർക്കോട്ടിക്സ് ഒക്കെ എടുത്തിട്ടുള്ള പേഷ്യൻസിനെ ഇത് പ്രിസ്ക്രൈബ് ചെയ്യാൻ പാടില്ല.
അടുത്ത ആൻറ്റി ക്രേവിംഗ് മെഡിക്കേഷനാണ് കംപ്രോസേറ്റ്. ഇത് ഗാബ ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ ട്രാൻസ്മിഷനെ ഇൻഹിബിറ്റ് ചെയ്തിട്ട് ക്രേവിംഗ് റെഡ്യൂസ് ചെയ്യുകയും ബ്രെയിനെ കാമാക്കുകയും ചെയ്യും. ഇത് ഡ്രിങ്കിങ്ങിൻ്റെ ഫ്രീക്വൻസി കുറക്കുന്നുണ്ടെന്ന് റിസർച്ചേഴ്സ് തെളിയിച്ചിട്ടുണ്ട്. ഇനി ഇത് സൈക്കോതെറാപ്പി ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ സിവിയർ കേസസിൽ പോലും ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇനി ഇതിൻ്റെ കോമൺ ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് നോക്കുകയാണെങ്കിൽ ഡയോറിയ, ഹെഡേക്ക്, ഇമ്പയർ സെർട്ടൈൻ മെമ്മറി ഫങ്ഷൻസ് ഒക്കെ നടക്കും. ഇനി ഇത് കിഡ്നി പേഷ്യൻസിന് കൊടുക്കുകയാണെങ്കിൽ, കിഡ്നി പ്രോബ്ലം ഉള്ള പേഷ്യൻസിന് കൊടുക്കുകയാണെങ്കിൽ അവയവായിട്ട് കോൺഷ്യസ് ആയിരിക്കണം കൊടുക്കുമ്പോഴേ. ഓക്കെ, അടുത്തത് എവേർഷൻ മെഡിക്കേഷൻ ആണ് കേട്ടോ. ഡൈസൾഫാമാണ് എക്സാമ്പിൾ. ഇതൊരു എൻറ്റബ്യൂസ് ഡ്രഗ് ആണ്. ഈ ഒരു ഡൈസൾഫാം ആൽക്കഹോളുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് ഡിസ്ട്രസിങ് ആയിട്ടുള്ള സൈഡ് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പോൾ ഈ ഒരു ഡ്രഗ് കഴിക്കുന്ന ടൈമിൽ ആൽക്കഹോൾ കഴിക്കുകയാണെങ്കിൽ ഈ ഭയങ്കരമായിട്ടുള്ള സിംറ്റംസ് കാണിക്കും. എന്തൊക്കെയാണെന്ന് നോക്കാം. ഫ്ലഷിങ്, ഹെഡേക്ക്, നോസിയ, വൊമിറ്റിംഗ് ഒക്കെ ഉണ്ടാക്കും. ഈ സിംറ്റംസ് ഒരു അരമണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെയൊക്കെ ലാസ്റ്റ് ചെയ്യാം. ഒരു സിംഗിൾ ഡോസ് ഒരു 1 മുതൽ 2 ആഴ്ച വരെ നീണ്ടു നിൽക്കുക അതിൻ്റെ എഫക്റ്റ്. പിന്നെ ഇത് ഓവർ ഡോസ് ആയാലും ഭയങ്കര ഡേഞ്ചറസ് ആണ്. ലോ BP, ചെസ്റ്റ് പെയിൻ, ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, ഡെത്ത് വരെ സംഭവിക്കാം. ഓക്കെ, ഇനി നമുക്ക് മറ്റു ചില ഡ്രഗ്സ് കൂടി നോക്കാം. ടോപ്പാമാക്സ് ആണ് ഒന്ന്. അതൊരു ആൻറ്റിസീഷ്യർ ഡ്രഗ് ആണ്. എപ്പിലെപ്സിൻ്റെ കേസസിലാണ് കൊടുക്കുന്നത്. അടുത്തത് ബാക്ലോഫെൻ ആണ്. ഇതൊരു മസിൽ റിലാക്സൻറ്റും ആൻറ്റി സ്പാസ്മോഡിക് ഡ്രഗുമാണ്. ഇനി അടുത്ത ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയാണ് സൈക്കോളജിക്കൽ തെറാപ്പീസ്. ഇതിൽ വരുന്നതാണ് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, കമ്പൈൻഡ് ബിഹേവിയർ ഇൻ്റർവെൻഷൻസ്, ഫാമിലി ഇൻ്റർവെൻഷൻസ്, മോട്ടിവേഷണൽ ഇൻ്റർവ്യൂയിങ്, ഗ്രൂപ്പ് തെറാപ്പി, എവേഴ്സീവ് കണ്ടീഷനിങ്, റിലാപ്സ് പ്രിവെൻഷൻ ടെക്നിക്, ക്യൂ എക്സ്പോഷർ ടെക്നിക്. നമുക്കിനി ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, CBT. ഇതൊരു സ്ട്രക്ചർഡ് ടീച്ചിങ് അപ്രോച്ച് ആണ്. ഇതിൽ പേഷ്യൻറ്റിന് ഇൻസ്ട്രക്ഷൻസ് നൽകും, പിന്നെ ഹോം അസൈൻമെൻറ്റ്സും നൽകും. എന്തിനാണ് ഇത് നൽകുന്നതെന്ന് വെച്ചാൽ ഇംപ്രൂവ് ദിയർ എബിലിറ്റി ടു കോപ്പ് വിത്ത് ബേസിക് ലിവിങ് സിറ്റുവേഷൻസ്, കൺട്രോൾ ദ ബിഹേവിയർ, ചേഞ്ച് ദി വേ ഓഫ് തിങ്കിങ് അബൌട്ട് ദി ഡ്രിങ്കിങ്. അതായത് ഈ ഒരു ഡ്രിങ്കിങ്ങിനെ പറ്റി അവരുടെ ഒരു വേ ഓഫ് തിങ്കിങ് മാറ്റാൻ വേണ്ടിയുള്ള തരത്തിലുള്ള അസൈൻമെൻറ്റ്സും ഇൻസ്ട്രക്ഷൻസും ഒക്കെ നൽകും പേഷ്യൻറ്റിന്. ഫോർ എക്സാമ്പിൾ, പേഷ്യനോട് ഹിസ്റ്ററി ഓഫ് ഡ്രിങ്കിങ് എക്സ്പീരിയൻസ്, അതായത് ഈ കഴിക്കുന്ന സമയത്തുള്ള എക്സ്പീരിയൻസസിനെ പറ്റിയിട്ട് എന്തൊക്കെയാണെന്ന് എഴുതാൻ പറയും. പിന്നെ എന്തൊക്കെ സിറ്റുവേഷൻസ് ആണ് പേഷ്യനെ ടെംപ്റ്റ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് റിസ്കി സിറ്റുവേഷൻസ് എന്നൊക്കെ എഴുതാൻ പറയും. ഇനി ഈ പേഷ്യൻ്റ് ക്യൂസുമായിട്ട് എക്സ്പോസ് ആകുമ്പോൾ, അതായത് ഈ ഒരു ഡ്രിങ്കിങ്ങിന് ടെംപ്റ്റ് ചെയ്യുന്ന സിറ്റുവേഷനായിട്ട് എക്സ്പോസ് ചെയ്യുമ്പോൾ അതിനായിട്ട് കോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യേണ്ടത് അത്തരം ആക്ടിവിറ്റീസിൽ പേഷ്യൻറ്റിനെ ഇൻവോൾവ് ആക്കും. പിന്നീട് പേഷ്യൻറ്റിന് ഈ ഡ്രിങ്കിങ്ങിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റിയ ടാസ്കുകൾ ഡിസൈൻ ചെയ്ത് കൊടുക്കും. ഇനി അടുത്തതാണ് കമ്പൈൻഡ് ബിഹേവിയറൽ ഇൻ്റർവെൻഷൻ. ഇതൊരു കോമ്പിനേഷൻ ഓഫ് CBT, മോട്ടിവേഷണൽ എൻഹാൻസ്മെൻറ്റ് തെറാപ്പി, പിന്നെ ഒരു 12 സ്റ്റെപ്പ് പ്രോഗ്രാമുമാണ് കേട്ടോ. ഇതിൽ പേഷ്യൻ്റ് തോട്ട് ടു കോപ്പ് അപ്പ് വിത്ത് ഡ്രിങ്കിങ് ട്രിഗേഴ്സ്, അതായത് ഈ ഡ്രിങ്കിങ്ങിനെ ട്രിഗർ ചെയ്യുന്ന സംഭവമായിട്ട് കോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും, പിന്നെ ലേൺ സ്ട്രാറ്റജി ഫോർ റെഫ്യൂസിങ് ആൽക്കഹോൾ, അതായത് ആൽക്കഹോളിനെ റെഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസ് ഇതിൽ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അടുത്തത് ഫാമിലി ഇൻ്റർവെൻഷൻസ് ആണ്. ഇതിൽ വരുന്ന ഇൻഗ്രീഡിയൻസ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻക്രീസിങ് കൊഹിഷൻ വിത്തിൻ ദി ഫാമിലി മെമ്പേഴ്സ് തമ്മിലുള്ള ഒരു ബോണ്ട്, അറ്റാച്ച്മെൻറ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഹൈലൈറ്റിംഗ് ദി പോസിറ്റീവ് ആസ്പെക്ട്സ് ഇൻ ദി മാരേജിലെ പോസിറ്റീവ് ആസ്പെക്ട്സ് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. എൻഹാൻസിങ് കമ്മ്യൂണിക്കേഷൻ, ഫാമിലി മെമ്പേഴ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എൻഹാൻസ് ചെയ്യിക്കുക. കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ സ്കിൽസ് വിത്തിൻ ദി ഫാമിലി മെമ്പേഴ്സ്, അതായത് ഫാമിലി മെമ്പേഴ്സിന് ഇടയ്ക്കുള്ള കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ, പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സ്കിൽസ് വർദ്ധിപ്പിക്കാനുള്ള ട്രെയിനിങ് നൽകുക. റെഡ്യൂസിങ് അഡ്വേഴ്സ് ഫാമിലി അറ്റ്മോസ്ഫിയർ, അതായത് ഫാമിലി അറ്റ്മോസ്ഫിയറിലുള്ള നെഗറ്റീവ് കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യുക. ഒരു അഡ്വേഴ്സ് ഫാമിലി അറ്റ്മോസ്ഫിയർ റെഡ്യൂസ് ചെയ്യുക, കുറക്കുക. എൻഹാൻസിങ് പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി ഓഫ് ഫാമിലി മെമ്പേഴ്സ്, ഒരു ഫാമിലിയിൽ ഒരു പ്രോബ്ലം ഉണ്ടായില്ല അതിൻ്റെ സോൾവ് ചെയ്യാനുള്ള, സൊല്യൂഷൻ കണ്ടെത്താനുള്ള കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനുള്ള ട്രെയിനിങ് നൽകുക. മെയിൻറ്റെയിനിങ് റീസണബിൾ എക്സ്പെക്ടേഷൻസ് ഫോർ പേഷ്യൻ്റ് പെർഫോമൻസ്, അതായത് പേഷ്യൻ്റ് പെർഫോമൻസിന് ഒരു റീസണബിൾ ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് ഫാമിലി മെമ്പേഴ്സിന് നൽകുക. അതായത് ഒരു നല്ലോണം പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ബെറ്റർ ആവുന്നുണ്ടെങ്കിൽ അത് ബെറ്റർ ആകും എന്നുള്ള ഒരു എക്സ്പെക്ടേഷനും ഫാമിലിക്ക് നൽകുക. അതല്ലാതെ ഒറ്റയടിക്ക് നാളത്തേക്ക് പേഷ്യൻ്റ് നന്നാവുന്നില്ല, ഗ്രാജുവലി നന്നാകും ഇത്ര ടൈം പീരീഡിൽ, അങ്ങനെ ഒരു ഇതില്ലേ, ഒരു ആശ്വാസം നൽകുക. ഫാമിലി മെമ്പേഴ്സിൻ്റെ പേഷ്യനെ പറ്റിയായിട്ടുള്ള തെറ്റായ ധാരണകളും ഫാൾസ് ആയിട്ടുള്ള ബിലീഫ് സിസ്റ്റം ഒക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് ഒരിക്കലും ആകത്തില്ല, ഒരിക്കലും ചേഞ്ച് ആകത്തില്ല, ഇങ്ങനെ തന്നെ ആകുന്നുള്ളൊരു ആ ഒരു ബിഹേവിയർ മാറ്റിയെടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഇനി അടുത്തതാണ് മോട്ടിവേഷണൽ ഇൻ്റർവ്യൂവിങ്.
പിന്നെ വരുന്നത് ഗ്രൂപ്പ് തെറാപ്പിയാണ്. അതായത് ഒരു ഗ്രൂപ്പിൽ ഇരുത്തിയിട്ട് അതേ ഒരു ഇതുള്ള നാച്ചുറൽ ഗ്രൂപ്പിൽ ഇരുത്തിയിട്ട് അവർ ഈ ആൽക്കഹോൾ കഴിച്ചപ്പോൾ എന്തൊക്കെയാണ് അവർക്ക് പ്രോബ്ലംസ് ഉണ്ടായത്, അവർ ഇതുമായിട്ട് കോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് സ്ട്രാറ്റജീസ് എടുത്തിട്ടുള്ളത് എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് കണ്ട് പഠിക്കുക, അസസ് ചെയ്യുക. അടുത്തത് അവേഴ്സീവ് കണ്ടീഷനിങ് ആണ്. ക്ലാസിക്കൽ കണ്ടീഷനിങ് ബേസ് ചെയ്തിട്ടാണ് ഇത്. ഇപ്പോഴൊരു ആൽക്കഹോളിസം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആൽക്കഹോൾ കഴിക്കുന്നതെന്ന് വെച്ചാൽ അത് നൽകുന്ന ഒരു പ്ലഷർ കാര്യമാണല്ലേ, അത് പ്ലഷർ നൽകിയിട്ടില്ലെങ്കിൽ അത് കഴിക്കില്ല. അപ്പോൾ ഈ ഒരു ആൽക്കഹോൾ കഴിക്കുന്ന സമയത്ത് ഒരു ഡിസ്ട്രെസ് ആണ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മാൽ അഡാപ്റ്റീവ് റീസൺ, ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റീസൺ എന്താണെന്ന് പേഷ്യൻ്റ് തോന്നണം. അപ്പോൾ പേഷ്യൻ്റ് ഈ ഒരു ആൽക്കഹോൾ കഴിക്കുന്ന ടൈമിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കെമിക്കലി ഇൻഡ്യൂസ്ഡ് വൊമിറ്റിങ്ങോ അല്ലെങ്കിൽ ഷോക്കോ ഒക്കെ ഉണ്ടാക്കുക. ആ ടൈമിൽ പേഷ്യൻ്റ് ആ ഒരു ഇത് വെച്ചിട്ട് ആ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് കിട്ടും ഈ ഒരു ആൽക്കഹോൾ കഴിക്കുന്ന ടൈമിൽ. അപ്പോൾ പേഷ്യൻ്റ് അത് പതിയെ ഒഴിവാക്കാൻ തുടങ്ങും. മറ്റ് ചില ടെക്നിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലാബ്സ് പ്രിവെൻഷൻ ടെക്നിക്ക്, ക്യൂ എക്സ്പോഷർ ടെക്നിക്ക്, അസർട്ടീവ്നെസ് ട്രെയിനിങ്, ബിഹേവിയർ കൗൺസിലിംഗ്, സപ്പോർട്ടീവ് സൈക്കോതെറാപ്പി, പിന്നെ ഇൻഡിവിജ്വൽ സൈക്കോതെറാപ്പി. ഓക്കെ, അടുത്തൊരു ഭാഗമാണ് ഏജൻസീസ് കൺസേൺഡ് വിത്ത് ആൽക്കഹോൾ റിലേറ്റഡ് പ്രോബ്ലംസ്. ഇതിൽ വരുന്നതാണ് AA. നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ട്, പറഞ്ഞിട്ടില്ല എന്താണെന്ന്. ആൽക്കഹോളിക്സ് അനോണിമസ് ആണ് ഇത്. ഓക്കെ, ഇതൊരു USA ബേസ്ഡ് ഓർഗനൈസേഷൻ ആണ്. 2 ആൽക്കഹോളിക് മെൻ കൂടിയിട്ടാണ് ഇത് ഫോം ചെയ്തിട്ടുള്ളത്. ഇത് വേൾഡിലെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ രാജ്യങ്ങളിലും ഇത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് മെമ്പർഷിപ്പ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആൽക്കഹോൾ വിഡ്രോ ചെയ്യാനുള്ള ഒരു തോട്ട് മതി. അതായത് എനിക്ക് ആൽക്കഹോൾ കഴിക്കുന്നത് മതിയാക്കണം എന്നുള്ള ഒരു ഒറ്റ തോട്ടാണ് ഇതിൻ്റെ ക്രൈറ്റീരിയ, മെമ്പർഷിപ്പ് ക്രൈറ്റീരിയ. ഇനി ഈ ഒരു ആൽക്കഹോളിസത്തെ കൺസിഡർ ചെയ്യുന്നത് ഒരു ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് ഒരു സ്പിരിച്വൽ ഡിസീസ് ആയിട്ടാണ്. വിശ്വസിക്കുന്നത് ഈ ആൽക്കഹോളിസം നിർത്തിവെക്കാൻ പറ്റും, പക്ഷേ ക്യൂർ ചെയ്ത് എടുക്കാൻ പറ്റില്ല. പിന്നെ ഇതൊരു 7 ദിവസത്തെ ഒരു ക്യാമ്പാണ് അല്ലെങ്കിൽ ഗ്രൂപ്പ് മീറ്റിംഗ് ആണ്. അതായത് ആഴ്ചയിൽ 7 ദിവസം ഈ സംഭവം ഉണ്ട് കേട്ടോ. പിന്നെ എല്ലാ വേൾഡിലെ എല്ലാ ലൊക്കേഷനിലും ഈ സംഭവം ഉണ്ട്. ഇനി ഇതെങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് നോക്കാം. ഇതിൽ വരുന്ന ഓരോ മെമ്പേഴ്സിനും ഓരോ സപ്പോർട്ട് പേഴ്സൺ അസൈൻ ചെയ്ത് കൊടുക്കും. ഇവർക്ക് കഴിക്കാനുള്ള ഒരു ടെംപ്റ്റേഷൻ വരുന്ന ടൈമിൽ ഇവർക്ക് കോൺടാക്ട് ചെയ്തിട്ട് ഒരു ഹെൽപ്പ് നേടാം അല്ലെങ്കിൽ അഡ്വൈസ് നേടാം. പിന്നെ ഇമ്മീഡിയറ്റ് കേസസ് ആണെങ്കിൽ ഇവർക്ക് ടെലിഫോൺ വഴിയും കോൺടാക്ട് ചെയ്യാം. എന്നിട്ട് ഇതിൽ നിന്നൊരു മോചനം കിട്ടിക്കഴിഞ്ഞിട്ടാകുമ്പോഴേ ഇവർ സപ്പോർട്ട് പേഴ്സണായിട്ട് ആക്ട് ചെയ്തിട്ട് മറ്റുള്ള മെമ്പേഴ്സിനെ സഹായിക്കും. അടുത്തൊരു ഏജൻസിയാണ് അൽ അനോൺ. ഇത് സ്പൗസസ് ഓഫ് ആൽക്കഹോളിക്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അൽ അറ്റീൻ ആണ്. ഇത് സപ്പോർട്ട് ദ ടീനേജ് ചിൽഡ്രൻ, അതായത് ഈ ആൽക്കഹോളിക്സിൻ്റെ ടീനേജ് ചിൽഡ്രനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഹോസ്റ്റൽസ് ആണ്. ദീസ് ആർ ഇൻറ്റൻഡഡ് മെയിൻലി ഫോർ ദോസ് റെൻഡേർഡ് ഹോംലെസ് ഡ്യൂ ടു ആൽക്കഹോൾ റിലേറ്റഡ് പ്രോബ്ലംസ്. അതായത് ആൽക്കഹോൾ റിലേറ്റഡ് പ്രോബ്ലംസ് കാരണം ഹോംലെസ് ആയിട്ടുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി അടുത്തൊരു സെക്ഷനാണ് നഴ്സിംഗ് മാനേജ്മെൻറ്റ്. ഇതിൽ വരുന്ന നഴ്സിംഗ് അസസ്മെൻറ്റിൽ ഫസ്റ്റ് വരുന്നതാണ് റെക്കഗ്നിഷൻ ഓഫ് ആൽക്കഹോൾ അബ്യൂസ്. ഇതൊരു കേജ് ക്വസ്റ്റ്യനെയാണ് കേട്ടോ. നമുക്ക് നോക്കാം ഇതിൽ എന്തൊക്കെയാണ് വരുന്നത്. കേജ്, CAGE. ഓക്കെ, ഓരോന്നായിട്ട് നോക്കാം. ഹാവ് യു എവർ ഫെൽറ്റ് യു ഓർ ടു കട്ട് ഡൗൺ ഓൺ യുവർ ഡ്രിങ്കിങ്. അതായത് ഈ ഡ്രിങ്കിങ് കട്ട് ഡൗൺ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടോ. പിന്നെ അടുത്തത് ഹാവ് പീപ്പിൾ അനോയ്ഡ് യു ബൈ ക്രിറ്റിസൈസിങ് യുവർ ഡ്രിങ്കിങ്. അതായത് മറ്റുള്ളവർ നിങ്ങളുടെ ഡ്രിങ്കിങ്ങിനെ ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ടോ. ഹാവ് യു എവർ ഫെൽറ്റ് ഗിൽട്ടി അബൌട്ട് യുവർ ഡ്രിങ്കിങ്. അതായത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളുടെ മദ്യപാനത്തെ പറ്റിയിട്ട് ഗിൽട്ടായിട്ട് തോന്നിയിട്ടുണ്ടോ, ഷെയിം തോന്നിയിട്ടുണ്ടോ. പിന്നെ ആണ് ഹാവ് യു എവർ ഹാഡ് ഡ്രിങ്ക് ഫസ്റ്റ് തിങ് ഇൻ ദി മോർണിംഗ്. അതായത് ഐ ഓപ്പണറായിട്ട് കഴിക്കുമോ ടു സ്റ്റഡി യുവർ നെർവ്സ് ഓർ ഗെറ്റ് റിഡ് ഓഫ് ഹാങ് ഓവർ. ഇനി നഴ്സിംഗ് ഡയഗ്നോസിസ് 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് nurse for injury related to hallucinosis, acute intoxication evidenced by confusion, disorientation, inability to identify potentially harmful situations. ഓക്കെ, ഇനി ഇതിൻ്റെ നഴ്സിംഗ് ഇൻ്റർവെൻഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പേഷ്യൻറ്റിനെ നഴ്സിനെ കാണാൻ പറ്റുന്ന, ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് കിടത്തുക. പിന്നെ മോണിറ്റർ ചെയ്ത് പേഷ്യൻ്റ് സ്ലീപ്പ് പേഷ്യൻ്റെ സ്ലീപ്പ് പാറ്റേൺ മോണിറ്റർ ചെയ്യുക. ആവശ്യമുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യുക. ഡിക്രീസ് എൻവയോൺമെൻറ്റൽ സ്റ്റിമുലർ ലൈക്ക് ടെലിവിഷൻ, ബ്രൈറ്റ് ലൈറ്റ്, വിസിറ്റേഴ്സിനെയൊക്കെ ഡിക്രീസ് ചെയ്ത് റെഡ്യൂസ് ചെയ്ത് വെക്കുക. ഇൻസ്റ്റിറ്റ്യൂട്ട് സീഷർ പ്രിക്കോഷൻ, അതായത് സീഷർ വരാൻ സാധ്യതയാണ്. അതുകൊണ്ട് തന്നെ പാഡഡ് ടങ് ബ്ലേഡ്, പിന്നെ എയർവേ അറ്റ് ബെഡ് സൈഡ്, പിന്നെ റേസ്ഡ് സൈഡ് റെയിൽസ് ഒക്കെ പ്ലേസ് ചെയ്യുക. പിന്നെ പേഷ്യൻറ്റിനെ ടൈം, പ്ലേസ്, പേഴ്സൺ, സിറ്റുവേഷൻ ഒക്കെ ആയിട്ട് ഓറിയൻറ്റ് ചെയ്ത് വെക്കുക. ഓറിയൻറ്റേഷൻ നൽകിക്കൊണ്ടിരിക്കുക ആവശ്യമുണ്ടെങ്കിൽ. പിന്നെ പേഷ്യൻറ്റുമായിട്ട് ടാക്ക് ചെയ്യുമ്പോൾ സംസാരിക്കുന്ന ടൈമിൽ സിമ്പിളായിട്ട് ഡയറക്റ്റായിട്ട് കോൺക്രീറ്റ് ലാംഗ്വേജിൽ സംസാരിക്കുക. Diagnosis 2. Impaired health maintenance related to inability to identify, manage or seek out help to maintain health evidenced by various physical symptoms, exhaustion, sleep disturbances, etc. ഇനി ഇതിൻ്റെ ഓരോ ഇൻ്റർവെൻഷൻസ് നോക്കാം. പേഷ്യൻ്റെ ഹെൽത്ത് സ്റ്റാറ്റസ് മോണിറ്റർ ചെയ്യുക. പേഷ്യന് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന മെഡിക്കേഷൻസ് നൽകുക. മെയിൻറ്റെയിൻ ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ്. പിന്നെ provide food or nourishing fluids as soon as patient can tolerate eating. പേഷ്യന് കഴിക്കാൻ പറ്റുന്ന സമയത്ത് അല്ലെങ്കിൽ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനിൽ
ഈ ഒരു ഫുഡും ഫ്ലൂയിഡ്സൊക്കെ നൽകുക. പിന്നെ എൻഷുവർ ദി എമൗണ്ട് ഓഫ് പ്രോട്ടീൻ ഇൻ ദി ഡയറ്റ് അപ്രോപ്രിയേറ്റ് ആണോ എന്ന് നോക്കണം. പിന്നെ ഫ്രീക്വൻറ്റ് ഫീഡിങ് നൽകുക, സ്മോൾ ആയിട്ടുള്ള ഫ്രീക്വൻറ്റ് ഫീഡിങ്, പേഷ്യൻ്റെ ഫേവറേറ്റ് ഫുഡ് നൽകുക, പിന്നെ സപ്ലിമെൻറ്റ് ഓഫ് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്, പിന്നെ അസിസ്റ്റ് പേഷ്യൻ്റ് ഇൻ സെൽഫ് കെയർ ആക്ടിവിറ്റീസിൽ പേഷ്യൻ്റ് അസിസ്റ്റ് ചെയ്യുക. അടുത്ത നഴ്സിംഗ് ഡയഗ്നോസിസ് ആണ്. ഇൻഎഫക്റ്റീവ് ഡിനയൽ റിലേറ്റഡ് ടു വീക്ക് അണ്ടർ ഡെവലപ്ഡ് ഈഗോ എവിഡൻസ്ഡ് ബൈ ലാക്ക് ഓഫ് ഇൻസൈറ്റ്, റാഷണലൈസേഷൻ ഓഫ് പ്രോബ്ലംസ്, ബ്ലെയിമിംഗ് അതേഴ്സ്, ഫെയിലിയർ ടു ആക്സെപ്റ്റ് റെസ്പോൺസിബിലിറ്റീസ് ഫോർ ഹിസ് ബിഹേവിയർ. വിശ്വാസം ഡെവലപ്പ് ചെയ്യുക, ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുക, ഒരു ആക്സെപ്റ്റിംഗ് ആറ്റിറ്റ്യൂഡ് ഷോ ചെയ്യുക, പിന്നെ ഐഡൻറ്റിഫൈ റീസെൻറ്റ് മാലഡാപ്റ്റീവ് ബിഹേവിയർ സിറ്റുവേഷൻ, റീസെൻ്റ് ആയിട്ടുള്ള മാലഡാപ്റ്റീവ് ആയിട്ടുള്ള ബിഹേവിയർ അല്ലെങ്കിൽ സിറ്റുവേഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക. ഡു നോട്ട് അലൗ ദി പേഷ്യൻറ്റ് ടു റാഷണലൈസ് ഓർ ബ്ലെയിം അതേഴ്സ് ഫോർ ബിഹേവിയർ അസോസിയേറ്റഡ് വിത്ത് ദി സബ്സ്റ്റൻസ് യൂസ്. ഈ സബ്സ്റ്റൻസ് യൂസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന ബിഹേവിയർ, പേഷ്യൻ്റെ ബിഹേവിയർ കാരണം മറ്റുള്ളവരാണെന്നോ അല്ലെങ്കിൽ റാഷണലൈസ് ചെയ്യാനോ സമ്മതിക്കാതിരിക്കുക. പിന്നെ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് നൽകുക when patient shows insight into his behavior. അതായത് പേഷ്യൻ്റെ ബിഹേവിയർ തെറ്റാണെന്നോ അല്ലെങ്കിൽ ഇൻസൈറ്റ് തോന്നി തുടങ്ങുമ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് നൽകുക. പിന്നെ ലാസ്റ്റ് നഴ്സിംഗ് ഡയഗ്നോസിസ് ആണ്. ഇൻഎഫക്റ്റീവ് ഇൻഡിവിജ്വൽ കോപ്പിംഗ് റിലേറ്റഡ് ടു എംപവർമെൻറ്റ് ഓഫ് അഡാപ്റ്റീവ് ബിഹേവിയർ ആൻഡ് പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റീസ് എവിഡൻസ്ഡ് ബൈ യൂസ് ഓഫ് സബ്സ്റ്റൻസസ് ആസ് കോപ്പിംഗ് മെക്കാനിസം. അതായത് തെറ്റായിട്ടുള്ള ഒരു അഡാപ്റ്റീവ് ബിഹേവിയർ കാരണം ഇൻഎഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ കോപ്പിംഗ്, ഇതിന് എവിഡൻസ് ആണ് സബ്സ്റ്റൻസ് യൂസ് ഈ ഒരു കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് കാണുന്നത് വരെ സൈനിങ് ഓഫ്. ബൈ.